ഇനി ജാഗ്രത. തിരുവനന്തപുരത്ത് നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത. തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. 3ാം വർഷ വിദ്യാർത്ഥിയായ VL വാലന്റൈൻ ആണ് കൊല്ലപ്പെട്ടത്. മിസോറാം സ്വദേശിയാണ് വാലന്റൈൻ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഇരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കം ഒരു കൊലപാതകത്തിലെത്തുക, ഒരു കോളേജിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത് എന്ന് അത്യധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയായിരുന്നു സംഭവം? എന്താണ് പോലീസ് പറയുന്ന വിവരങ്ങൾ? ശ്രീജ, തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപം നഗരൂരിലെ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയായ ബിടെക് വിദ്യാർത്ഥിയായ മിസോറം സ്വദേശി വാലന്റൈനാണ് ഇന്നലെ രാത്രി 11 മണിയോടെ ഈ അതേ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ മറ്റൊരു മിസോറം സ്വദേശിക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. അതായത് കോളേജിനോട് തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് അവർ താമസിച്ചിരുന്നത്. 2 വ്യത്യസ്ത മുറികളിലായിരുന്നു താമസിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അവർ മദ്യപിക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിലും അവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ലാമ എന്ന 3ാം വർഷ ബിടെക് വിദ്യാർത്ഥിയുമായി വാക്കുതർക്കമുണ്ടായി. ആ തർക്കത്തിനൊടുവിൽ 4ാം വർഷ വിദ്യാർത്ഥിയായ വാലന്റൈനെ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ലാമ കുത്തുകയായിരുന്നു. തൽക്ഷണം വാലന്റൈൻ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഈ 3ാം വർഷ വിദ്യാർത്ഥിയായ മിസോറം സ്വദേശി ലാമയെ നഗരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. കോളേജ് ക്യാമ്പസിൽ വെച്ചല്ല ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കോളേജിന് പുറത്തുള്ള ഇവർ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കം പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. പോലീസ് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പങ്കുവെക്കാറായിട്ടില്ല. ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ്. എന്താണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്ന കാര്യമടക്കം അറിയുന്നതിന് വേണ്ടി ഈ മിസോറം സ്വദേശിയായ ലാമയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് എന്നാണ് നഗരൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. 23 വയസ്സുകാരനാണ് മിസോറം സ്വദേശിയായ മരണപ്പെട്ട വാലന്റൈൻ. ഡാൻ, ഈ കോളേജിൽ ഈ മിസോറാമിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ കൂടുതലുണ്ടോ? വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഇങ്ങനെ ഒരു കത്തിക്കുത്തിലേക്കൊക്കെ ഒരു സാധാരണ തർക്കം കലാശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ അതൊക്കെ കേട്ടിട്ടുള്ളത് വലിയ ഒരു മുതിർന്നവരിലൊക്കെ കേട്ടിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട്? എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു സൂചനകൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രമേ ഇതിലേക്ക് നയിച്ച ഇങ്ങനൊരു പ്രകോപനത്തിലേക്ക് ഈ 3ാം വർഷ വിദ്യാർത്ഥിയെ നയിച്ച കാര്യം എന്തെന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്ന് അവർ പറയുന്നു. പക്ഷേ ഇവർ ഇടയ്ക്ക് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് സുഹൃത്തുക്കളടക്കം നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസവും ഈ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് അവർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചത്. അങ്ങനെ മദ്യപിക്കുന്നതിനിടയിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ആ വാക്കേറ്റം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ലാമ വാലന്റൈനെ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ആക്രമിച്ചത് എന്ന വിവരങ്ങളാണ് ഇതിനോടകം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിന് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത്, നേരത്തെ തൊട്ടേ എന്തെങ്കിലും തർക്കങ്ങൾ ഇവർ തമ്മിൽ നിലനിന്നിരുന്നു, ഈ കാര്യങ്ങളടക്കം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ഞെട്ടിക്കുന്ന വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരൂർ ആറ്റിങ്ങലിനടുത്തുള്ള സ്ഥലമാണ്. അവിടെ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 വിദ്യാർത്ഥികൾ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കം അതിലൊരാളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. മിസോറം സ്വദേശിയായ വാലന്റൈനാണ് കൊല്ലപ്പെട്ടത്. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. അട്ടപ്പാടിയിൽ മകൻ അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അരളിക്കോണം സ്വദേശി രേഷിയാണ് കൊല്ലപ്പെട്ടത്. മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന. മദ്യപാനത്തിനിടയിലെ ഒരു പ്രകോപനമാണ് ഇതിന് തൊട്ടു മുൻപത്തെ കൊലപാതകം. ഒരു അമ്മയെ തലക്കടിച്ച് കൊല്ലാൻ മാത്രം എന്താണ് പ്രകോപനം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ?
ഇത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ കൊലപാതകം എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പ്രതിയായ രഘു ഇയാൾ മാനസിക പ്രശ്നങ്ങളുള്ള ആളായിരുന്നു. ഇതിനായി ഇയാൾ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം സംഭവിക്കുന്നതും. മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ ചികിത്സ തേടുന്നുണ്ട്. ഇതിനിടയിൽ കുടുംബ പ്രശ്നമുണ്ടാവുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഹോളോ ബ്രിക്സ് കൊണ്ടാണ് ഇന്ന് പുലർച്ചെ 4:30 അമ്മയുടെ തലക്കടിച്ച് ഈ മകൻ കൊലപ്പെടുത്തുന്നത്. രേഷി 55 വയസ്സാണ് രേഷിക്ക്. ഇന്ന് പുലർച്ചെ ഈ തലക്കടിച്ച ആഘാതത്തിൽ തന്നെ ഉടൻ തന്നെ ഈ രക്തസ്രാവം ഉൾപ്പെടെ സംഭവിച്ച് മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ രേഷിയുടെ മൃതദേഹമുള്ളത് കോട്ടത്തറ ആശുപത്രിയിലാണ്. അവിടെ നിന്ന് ഉടൻ തന്നെ ഈ അഗളിയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റും. മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉടൻ തന്നെ പുരോഗമിക്കും. എന്തായാലും ഈ മകൻ സ്വന്തം അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന ഒരു വാർത്ത അത് ഏറെ ഞെട്ടലോട് കൂടിയാണ് ആ നാട്ടുകാർ ഇന്ന് കേട്ടുണർന്നത്. ഒപ്പം തന്നെ ഈ രഘു ഈ മാനസിക പ്രശ്നങ്ങളുള്ള ആളായതുകൊണ്ട് തന്നെ ഇനി എത്തരത്തിലായിരിക്കും ഈ പോലീസ് നടപടി അല്ലെങ്കിൽ മറ്റ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതും അല്ലെങ്കിൽ ശിക്ഷാവിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ മാനസിക പ്രശ്നമുള്ള ആളാണ്, ചികിത്സയിൽ തുടരുന്ന ആളാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു കുടുംബ പ്രശ്നം ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക്, അതും സ്വന്തം അമ്മയെ ചെയ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അത് ഏറെ ഞെട്ടലോടുകൂടി തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ നോക്കിക്കാണുന്നതും. ശ്രീജ. ഐഷത്തുൽ ഷമ്മിയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ പുന്നപ്രയിൽ യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭാര്യയെയും ആൺസുഹൃത്തിനെയും പ്രതിയാക്കി കേസെടുക്കാൻ നിർദ്ദേശിച്ചു കോടതി. അമ്പലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. ആത്മഹത്യ ചെയ്ത റംഷാദിന്റെ അച്ഛന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ഒക്ടോബർ 13-നാണ് പുന്നപ്ര ഷെജീന മൻസിൽ റംഷാദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ സമീനയ്ക്ക് മനോജ് നാളുമായുള്ള ബന്ധത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കം പതിവായിരുന്നുവെന്ന് റംഷാദിന്റെ കുടുംബം പറയുന്നു. ഇതാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടി റംഷാദിന്റെ പിതാവ് മുഹമ്മദ് രാജ കോടതിയെ സമീപിക്കുകയായിരുന്നു. എൻ്റെ മകൻ റംഷാദ് 13/10/2024 ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാൻ കാരണം അവൻ്റെ ഭാര്യ മാനസികമായിട്ട് പീഡിപ്പിച്ച് ഗത്യന്തരമില്ലാതെ വന്ന് അവൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കാരണം അവളുടെ മാമയുടെ മകനുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു. 2020-ലാണ് മണ്ണഞ്ചേരി പൊന്നാട് സ്വദേശി സമീനയും പുന്നപ്ര സ്വദേശി റംഷാദും വിവാഹിതരായത്. മാനസിക പീഡനങ്ങളിൽ മനംനൊന്താണ് മകൻ ആത്മഹത്യ ചെയ്തതെന്ന് പിതാവ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നു. തുടർന്നാണ് സമീനയ്ക്കും ആൺസുഹൃത്ത് മനോജിനുമെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത്. മരുമകളെയും അവരുടെ അമ്മയെയും ആൺസുഹൃത്തിനെയും പ്രതി ചേർക്കണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 ആലപ്പുഴ. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ 150 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ സ്വീകരിച്ച ശേഷം ഉടമകൾ മുങ്ങിയെന്നാണ് പരാതി. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയതെന്നാണ് ആക്ഷേപം. $10 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 മുതൽ $1,00,000 രൂപ വരെ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ബില്യൺ ബീസ് എന്ന ഷെയർ ട്രേഡിംഗ് സ്ഥാപനത്തിനെതിരെയാണ് പരാതി. 32 പേരുടെ പരാതിയിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ ബിബിൻ കെ ബാബു, ഭാര്യ ജേത, സഹോദരൻ സുബിൻ കെ ബാബു, ലിബിൻ എന്നിവരുടെ പേരിൽ പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 32 പേരിൽ നിന്നായി 150 കോടിയിലേറെ രൂപ ബില്യൺ ബീസ് ഉടമകൾ തട്ടിയെടുത്തെന്നാണ് പരാതി. ആദ്യകാലങ്ങളിൽ നിക്ഷേപകർക്ക് കൃത്യമായി ലാഭവിഹിതം നൽകിയിരുന്നു. ഇതോടെയാണ് സ്ഥാപനത്തിൽ വിശ്വാസമർപ്പിച്ച് കൂടുതൽ പേർ പണം നിക്ഷേപിച്ചത്. എന്നാൽ പിന്നീട് നിക്ഷേപകർക്ക് പലർക്കും പണം തിരികെ കിട്ടാതായി. ആളുകൾ പണം ആവശ്യപ്പെട്ടെത്തുന്നത് പതിവായതോടെ മാസങ്ങൾക്ക് മുമ്പ് അത്യാഡംബരപൂർവ്വം നിർമ്മിച്ച സ്ഥാപനം അടയ്ക്കുകയായിരുന്നു. ചാലക്കുടി റോഡിൽ
വിശ്വനാഥപുരം ക്ഷേത്രത്തിന് എതിർവശത്തും ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. ഇതും അടച്ചതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഞാനൊരു 10 ലക്ഷം രൂപയുടെ നിക്ഷേപം സെപ്റ്റംബർ 23-നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 4 മാസം കറക്റ്റായിട്ട് അവർ ബാങ്കിലേക്ക് തന്നിരുന്നു. അതിനുശേഷം ഡിലേ വന്ന് ചോദിച്ചിട്ട് 1-2 പ്രാവശ്യം അവർ നമ്മൾ 10 പ്രാവശ്യം ചോദിച്ചതിന് ശേഷമൊക്കെയാണ് 1-2 പ്രാവശ്യം തന്നത്. അതിനുശേഷം പരിപൂർണമായും ആ പൈസ അവർ തരാതിരിക്കുകയും പിന്നെ എല്ലാം കൂടി സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അവർ മുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മളുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 150 പേരെ ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട്. അതിൽ പലരോടും കോടികൾക്ക് മേലെ നിക്ഷേപം ഇട്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ ഡിസംബർ 14-ാം തീയതി SP-ക്ക് നേരിട്ട് പരാതി കൊടുക്കുകയാണ് ഉണ്ടായത്. ലാഭവിഹിതം മുടങ്ങിയതോടെ നിക്ഷേപകർ പണം തിരികെ ചോദിച്ചെത്തിയപ്പോൾ ബില്യൺ ബീസ് ഉടമകൾ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. പണം ലഭിക്കാനുള്ള നിക്ഷേപകരുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്കും രൂപം നൽകിയിട്ടുണ്ട്. 150ഓളം പേർ ഇപ്പോൾ തന്നെ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചത്. സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 തൃശൂർ. കോഴിക്കോട് കാരശ്ശേരിയിൽ വൻ മോഷണം. 30 പവനോളം സ്വർണമാണ് മോഷണം പോയത്. കുമരനെല്ലൂർ കൂടങ്ങര മുക്കിൽ വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു സംഭവം. മുക്കം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവരങ്ങളുമായി ഗുലാം നബി ആസാദ് ചേരുന്നു. ഗുലാം, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനങ്ങൾ? കഴിഞ്ഞ ദിവസം കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ ഷെറീനയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇവര് ബന്ധു വീട്ടിൽ സൽക്കാരത്തിന് പോയ സമയത്താണ് മോഷണം നടന്നത്. 8 മണിക്കും 10 മണിക്കും ഇടയിലായിട്ടാണ് മോഷണം നടന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. 30 പവനോളം സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. വീടിന്റെ ഓട് ഇളക്കി അകത്ത് കയറിയാണ് മോഷണം നടന്നിട്ടുള്ളത്. വീട്ടുകാർ തിരിച്ച് ബന്ധുവീട്ടിൽ നിന്നും എത്തിയ സമയത്താണ് വീടിന്റെ അകത്ത് വീടിന്റെ ഡോറ് അകത്തു നിന്നും അടച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഓടിളക്കി വീടിനകത്ത് അലമറ എല്ലാം വലിച്ചു വാരിയ നിലയിലും ഓട് ഇറക്കിയ നിലയിലും കണ്ടെത്തിയത്. മുക്കം പോലീസ് ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പരിശോധനകളും നടക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും എല്ലാം എത്തി പരിശോധന നടക്കും എന്നാണ് പറയുന്നത്. ശരി, മുക്കത്ത് നിന്നാണ് ഗുലാം നബി ആസാദ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് തുണിക്കടയ്ക്ക് തീപിടിച്ചു. മദർ ഇന്ത്യ എന്ന തുണിക്കടയ്ക്കാണ് രാവിലെ 6 മണിയോടെ തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, എത്രത്തോളം ഗുരുതരമായൊരു തീപിടുത്തമാണ് ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, കാഞ്ഞങ്ങാട് നഗരത്തിനോട് ചേർന്ന് മാർക്കറ്റ് റോഡിലെ മദർ ഇന്ത്യ എന്ന സ്ഥാപനത്തിനാണ് ഇത്തരത്തിൽ തീ പിടിച്ചത്. രാവിലെ 6:50 കൂടിയാണ് ഈ തീ പിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും നിലവിൽ ശക്തമായ പുക ഈ കടയിൽ നിന്നും ഉയരുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇതിനകത്ത് വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് കാഞ്ഞങ്ങാട് നിന്നെത്തി ഇപ്പോൾ ഇതിനകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനകത്ത് തീ നിയന്ത്രണ വിധേയമായി എന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. എന്തായാലും അകത്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രത്തോളം വസ്ത്രങ്ങളൊക്കെ വലിയ തോതിൽ ഷെൽഫും മറ്റും ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇതിനകത്ത് കടക്കാൻ കഴിയാത്ത രീതിയിലാണുള്ളത്. എന്തായാലും ശക്തമായ പുകയാണ് ഇതിനകത്ത് നിന്നും ഉയരുന്നത്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സ് ഇപ്പോൾ ഇതിനകത്ത് കയറി ഇനി ഏതെങ്കിലും ഭാഗങ്ങളിൽ തീ അവശേഷിക്കുന്നുണ്ടോ എന്ന പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ശ്രീജ, KV ബൈജു ആണ് കാസർഗോഡ് എന്ന വിവരങ്ങൾ നൽകിയത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മലപ്പുറം വളാഞ്ചേരി പുറമണ്ണൂരിൽ അതിർത്തി തർക്കത്തെ ചൊല്ലി അയൽവാസികൾ തമ്മിൽ സംഘർഷം. അയൽവാസിയുടെ തല അടിച്ചു തകർത്തു. പുറമണ്ണൂർ സ്വദേശി പാലക്കണ്ണി നാസറിനെ പരിക്കുകളോടെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പുനലൂരിലാണ് അതിർത്തി തർക്കത്തെ ചൊല്ലിയുണ്ടായ വാക്കേറ്റം ആക്രമണത്തിൽ കലാശിച്ചത്. പുറമണ്ണൂർ സ്വദേശി പാലക്കണ്ടി നാസറിനെ അയൽവാസികളായ സഹോദരങ്ങൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. നാസറിന്റെ പറമ്പിലേക്ക് നിന്നിരുന്ന വാഴ ഇലക്ട്രിക് കമ്പിയിൽ തട്ടിക്കിടന്നിരുന്നു. അപകടം ഭയന്ന് ഇത് വെട്ടിമാറ്റാൻ നാസർ അയൽവാസികളോട് ആവശ്യപ്പെട്ടു. വാഴ വെട്ടിമാറ്റാൻ തയ്യാറാവാത്തതിനാൽ നാസർ KSEBയിൽ വിവരമറിയിക്കുകയും അവർ എത്തി വെട്ടിമാറ്റുകയും ചെയ്തു. ഇതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നമാണ് അടിപിടിയിൽ കലാശിച്ചത്. ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നാസറിനെ കമ്പിവടി ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ചായ കുടിക്കുന്ന ടൈമില് ബാക്കിന്ന് വന്നിട്ട് കമ്പിയേറ്റ് അടിച്ചതാണ്. ഒരുത്തൻ കമ്പിയേറ്റ് അടിച്ചു, ഫ്രണ്ടിൽ നിന്ന് ഒരാൾ അടിച്ചു. അങ്ങനെ അറിയാത്ത ലെവലിലുള്ള അടിയാ ബാക്കിൽ നിന്ന് അടിച്ചത്. പിന്നെ തലക്കടിച്ച് ഒറ്റ അടി അടിച്ച സമയത്ത് തന്നെ എൻ്റെ തല പൊട്ടി. അപ്പോൾ അവൻ്റെ തല ഇടയ്ക്ക് പിടിച്ചതിന് പുറത്ത് കൊടുന്നു. വീണ്ടും വന്ന് അടിച്ച അടി ബാക്കിൽ കൊണ്ടിട്ട് പിന്നെ ഒരു മുറിയുണ്ട്. അങ്ങനെ വന്ന് ഓട്ടോ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊടുന്നു. കൊല ചെയ്യാനുള്ള പരിപാടിക്കായിട്ട് വന്നതാണ്. കരുതി കൂട്ടി വന്നതാണ്. ഇവർ ജാസ്മിനും കൂടി കമ്പ്ലീറ്റ് ആയി. അടിയുടെ ആഘാതത്തിൽ നാസറിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. നാസർ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളാഞ്ചേരി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട ബുള്ളറ്റ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് ഒരാൾ മരിച്ചു. മയ്യനാട് സ്വദേശി കാർലോസ് ആണ് മരിച്ചത്. എസ് വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, എപ്പോഴായിരുന്നു അപകടം? ശ്രീജ, കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഈ കാർലോസും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ ജാനിസും കൂടി സഞ്ചരിച്ച വാഹനമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത്. ബുള്ളറ്റിലായിരുന്നു ഇരുവരും സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ വാഹനം ഓടിച്ചിരുന്ന കാർലോസ് ആണ് ഇപ്പോൾ മരണപ്പെട്ടതായിട്ട് വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഗുരുതര പരിക്കേറ്റ് ഇരുവരെയും കൊട്ടാര താലൂക്ക് ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. പക്ഷേ കാർലോസിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. പുനലൂരിൽ ഒരു വിവാഹ പാർട്ടി കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും മടങ്ങി അവരുടെ വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് കൊട്ടാരക്കരയിൽ വിദ്യാസ് ആശുപത്രിക്ക് സമീപം അപകടം സംഭവിച്ചത്. ശ്രീജ, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് റിട്ടയർഡ് ASI മനോഹരനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി നാളെ. 3 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കാഞ്ഞിരംകുളം സ്വദേശികളായ സുരേഷ്, വിജയൻ, ഇയാളുടെ മകൻ സുനിൽ എന്നിവരാണ് കേസിലെ പ്രതികൾ. ജനുവരി 27 കാഞ്ഞിരംകുളം സ്വദേശിയും റിട്ടയർഡ് ASIയുമായ മനോഹരൻ കൊല്ലപ്പെട്ടത്. അയൽവാസികളായ പ്രതികൾ മനോഹരന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി കമ്പിപ്പാര കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ഭാര്യ അനിതയെയും പ്രതികൾ മർദ്ദിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മനോഹരൻ മരിച്ചത്. കൃത്യത്തിന് 2 നാൾ മുമ്പ് നെയ്യാറ്റിങ്ങര താലൂക്ക് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പ്രതികളുടെ വീടിന് സമീപത്തെ പുറമ്പോക്ക് സ്ഥലത്തിന്റെ അതിര് നിർണയിച്ചിരുന്നു. ഇതിന് കാരണം മനോഹരനും ഭാര്യയും പരാതി നൽകിയതാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വാക്കേറ്റവും ആക്രമണവും ഉണ്ടായത്. കേസിൽ കാഞ്ഞിരംകുളം സ്വദേശികളായ സുരേഷ്, വിജയൻ, ഇയാളുടെ മകൻ സുനിൽ എന്നിവരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ശിക്ഷയിന്മേൽ ഇരുഭാഗത്തിന്റെയും വാദം കേൾക്കുന്നതിനും വിധി പറയുന്നതിനുമായി കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ജാമ്യത്തിലായിരുന്ന പ്രതികളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല A. അജിത് കുമാർ കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കോട്ടയം പുതുപ്പള്ളിയിൽ ATM കൗണ്ടറും കാറുകളും അക്രമികൾ അടിച്ചു തകർത്തു. ആക്രമണത്തിനിടെ ഒരാൾക്ക് കഴുത്തിന് വെട്ടേറ്റു. വെട്ടേറ്റയാളെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. താമരശ്ശേരി ചുരത്തിൽ യുവാവ് കൊക്കയിലേക്ക് വീണ് മരിച്ചു. തോടന്നൂർ സ്വദേശി അമലാണ് കൊക്കയിൽ വീണ് മരിച്ചത്. താമരശ്ശേരി ചുരം 9-ാം വളവിന് സമീപമാണ് അപകടം. വയനാട്ടിലേക്ക് ടൂറ് പോയതായിരുന്നു അമലും സംഘവും. അമലടക്കം 13 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്.